ഞാൻ ഒന്ന് രണ്ട് ദിവസം എന്നെ മോർണിംഗ് ഷോയിൽ കാണാതിരുന്നപ്പോൾ പല ആൾക്കാരും അന്വേഷിച്ചായിരുന്നു. എന്നാലൊരു കുഞ്ഞ് കുട്ടൻ എന്നെക്കുറിച്ച് അന്വേഷിച്ചു. നമ്മുടെ ഉമേഷ് ബാലകൃഷ്ണൻ നമ്മുടെ 24 പ്രതിനിധിയുടെ മുന്നിലാണ് വന്നത്. 2 ദിവസമായി എന്നെ ചാനൽ കാണാത്തത് കൊണ്ട് അന്വേഷിച്ചു വന്നതാണ് ഈ കക്ഷി. തിരുവനന്തപുരം സെൻറ് ജോസഫ് സ്കൂളിൽ മാതാപിതാക്കൾക്കൊപ്പം വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴാണ് ഈ കൊച്ചുമിടുക്കൻ എന്നെക്കുറിച്ച് ചോദിച്ചത്. വസുദേവ കൃഷ്ണൻ എന്ന 2 വയസ്സുകാരനെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. അവൻ ആളൊരു പുലിയാ. ഇന്നലെ നോക്കിയോ? ഇന്നലെ കണ്ടില്ല. വിഷമായോ? ബസ് എന്താ വിളിക്കുക? ശ്രീകണ്ഠൻ നായർ ലാലേട്ടല്ലേ വിളിക്കുക? അവന് ഇഷ്ടമുള്ളവരെല്ലാരും അവൻ ലാലേട്ടെന്നാ വിളിക്കുക. പറഞ്ഞേക്കാം കേട്ടോ. എൻ്റെ വസുദേവ കൃഷ്ണ, നീ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ കണ്ടു. നീ ഇപ്പോൾ വീട്ടിൽ നിന്ന് കാണുന്നുള്ളൂ എന്നെ. ഓക്കെ കുട്ടാ, ഞാനിവിടെ ഉണ്ട് കേട്ടോ, ഞാനെങ്ങും പോയില്ല. അപ്പം നിന്നോട് ഞാനൊരു കാര്യം പറയുന്നു. ഞാൻ ഇനി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിന്നെ വിളിച്ചു പറഞ്ഞിട്ടേ പോകൂ കേട്ടോടേ വസുദേവ. അപ്പോൾ നിനക്കൊരു കാര്യം ചെയ്യും, ഞാനൊരു അമ്മയോട് പറഞ്ഞിട്ടേ ഞാനൊരു നല്ല മിഠായി വാങ്ങിച്ചു തരാൻ പറയാം. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കണം, നമ്മളൊന്ന് കാണും. ഒരു ദിവസം നമ്മുടെ ഓഫീസിലോട്ട് വരണം കേട്ടോ, നമുക്കൊന്ന് കാണണേ. അവൻ ആൾ 2 വയസ്സേ ഉള്ളൂ. 20 വയസ്സുകാരൻ്റെ ബുദ്ധിയില്ല അവൻ സംസാരിക്കുന്നത്. അതാ കളി. അയ്യോ വസുദേവ കൃഷ്ണ, താങ്ക് യു. പേരൻസിനോട് എനിക്കുള്ള നന്ദി. ഈ കുഞ്ഞു കുട്ടികളൊക്കെ എന്നെ കാണുമ്പോൾ ഒരു ആശ്വാസം അവർക്ക് മനസ്സിൽ തോന്നുമെങ്കിൽ അതിൽ കൂടുതൽ എന്താ നമുക്ക് സന്തോഷമുണ്ട്. കുട്ടികൾ പൂക്കളാണെന്നല്ലേ പറയുന്നത്. അതിൻ്റെ ശോഭയും അവർ പ്രസരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് കുട്ടികളുടെ പൂക്കളാണെന്ന് പറയുമ്പോൾ അവരുടെ ശോഭ കെടുത്താതെ നോക്കേണ്ടത് നമ്മൾ മുതിർന്നവരുടെ, കുട്ടിത്വമില്ലാത്തവരുടെ ജോലിയാണ്.